വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. പാങ്ങോട് പോലീസ് 3 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. മുത്തശ്ശി സൽമ ബീവി കൊല്ലപ്പെട്ട പാങ്ങോട്ടെ വീട്ടിൽ അഫാനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. അനന്തകൃഷ്ണന്റെ വിവരങ്ങളുമായി. അനന്തൻ, പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നേരത്തെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. മുത്തശ്ശിയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടാണോ ആദ്യത്തെ കസ്റ്റഡി? രതീഷ്, വെഞ്ഞാറമൂടിനെ ഞെട്ടിച്ച 5 പേരെ കൂട്ടക്കൊല നടത്തിയ സംഭവത്തിൽ പോലീസ് അത് യഥാർത്ഥ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ പ്രതി അഫാനെ പോലീസിന് കസ്റ്റഡി ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അഫാന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. ആദ്യമായി കസ്റ്റഡിയിൽ വാങ്ങുന്നത് പാങ്ങോട് പോലീസാണ്. ആ പാങ്ങോട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് അഫാൻ ഉമ്മുമ്മയെ കൊലപ്പെടുത്തിയ കേസാണ്. പാങ്ങോട് സ്വദേശിയായ സൽമ ബീവി അഫാന്റെ പിതാവിന്റെ മാതാവാണ്. അവരെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. നാളെ കസ്റ്റഡിയിൽ വാങ്ങും. അതിനുശേഷം 3 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത്. അത് കോടതി എത്ര ദിവസമാണെന്ന് തീരുമാനിച്ചാണ് കസ്റ്റഡി നൽകുക. അതിനുശേഷം പാങ്ങോട് ഈ സൽമാ ബീവിയുടെ വീട്ടിൽ എത്തി തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം. അതിനൊപ്പം തന്നെ ഈ കേസിൽ ഈ കൂട്ടക്കൊലയിൽ 2 കേസുകൾ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നില്ല. ലത്തീഫിന്റെയും ഭാര്യയുടെയും കൊലപാതകത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്താതിരുന്നത്. ഇന്ന് ജയിലിലെത്തി കൊലപാതകത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ എല്ലാ കേസുകളിലും അഫാന്റെ അറസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല, ഈ ലത്തീഫിന്റെയും ഭാര്യയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണ ചുമതല കിളിമാനൂർ സിഐക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ കൊലപാതകം നടന്ന പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിലാണ് ഈ തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നേരത്തെ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ ആദ്യം വാങ്ങും എന്നായിരുന്നു അങ്ങനെയായിരുന്നു ലഭിച്ചിരുന്ന സൂചനകൾ. എന്നാൽ ഇപ്പോൾ പാങ്ങോട് പോലീസ് ആദ്യം കസ്റ്റഡിയിൽ വാങ്ങി സൽമാ ബീവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. അനന്തകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുക.